നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭ ഇനി തിങ്കളാഴ്ച ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറങ്ങുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്നാൽ രാഹുലിനെ തൊടാൻ പോലും പിണറായിക്കും അതുപോലെ തന്നെ സ്പീക്കർക്കും പേടിയാണ് എന്ന വാർത്തയും വരുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ തീരുമാനം തിങ്കളാഴ്ച. നിർണായക എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഫെബ്രുവരി 2 ചേരും. DK മുരളി നൽകിയ പരാതിയും കമ്മിറ്റി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ നടപടി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രാഹുൽ തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യതയും ഉണ്ട്. 3ാം ബലാത്സംഗ പരാതിയിൽ ജാമ്യം കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. പാലക്കാട്ടേക്കും ഉടൻ പോകില്ല. ബജറ്റ് ദിവസമായ കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ അദ്ദേഹം എത്തിയിരുന്നില്ല. ശനിയാഴ്ച രാഹുൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. അതായത് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ രാഹുൽ ഹാജരായിട്ടുണ്ടാകണം. 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥയിലെ ഉപാധി. മാധ്യമങ്ങളോടും രാഹുൽ ഉടൻ പ്രതികരിക്കില്ല. ഇന്നലെ രാത്രി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. ജാമ്യം നൽകിയ കോടതിയുടെ ഉത്തരവ് ആശ്വാസകരമാണെന്ന വിലയിരുത്തലിലാണ് രാഹുലിന്റെ അനുയായികൾ. 5 ഉപാധികൾ വെച്ചാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി 3ാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ 1 വർഷവും 9 മാസവും വൈകി എന്ന വാദവും കോടതി മുഖവിലക്കെടുത്തു. പരാതിക്കാരി വിദേശത്തായതിനാൽ ജാമ്യം കിട്ടിയാൽ രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ നിലനിന്നില്ല. SIT കസ്റ്റഡിയിൽ വേണ്ടതില്ലെന്നും അതിൽ ജാമ്യം അനുവദിക്കുന്നു എന്ന് കോടതി പറഞ്ഞിരുന്നു. കേസിൽ നേരിട്ടുള്ള മറ്റു സാക്ഷികൾ ഇല്ലാത്തതും കോടതി പരിഗണിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ ആക്ഷേപത്തിൽ കോടതി ചില സംശയങ്ങൾ ആരാഞ്ഞു. നിലവിലെ വിവാഹ ബന്ധം വേർപെടുത്താതെ എങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയും? പരാതിക്കാരിയോ അവരുടെ ഭർത്താവോ വിവാഹ ബന്ധം വേർപെടുത്താൻ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു. പീഡനം നടന്ന സമയത്തിന് ശേഷം MLAയുമായി പരാതിക്കാരി സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ജാമ്യം നൽകിയുള്ള ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു.